ഹലോ ഗൈസ്, പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനന്തപുരിയിൽ അങ്ങനെ എല്ലാവരും കണി കാണുകയാണ്. മുത്തശ്ശനാണ് മുത്തശ്ശിയെ കൊണ്ട് കണി കാണിക്കുന്നത്. ദേവയാനി ആദർശിനെ കൊണ്ട് കാണിക്കും, അനിയെ ജാനകിയെ കൊണ്ട് കാണിക്കും, പിന്നെ അഭിയെ ജലജയും കൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കണിയൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുമ്പോഴത്തേന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ അനാമിക മോളെന്ന്. ഉടനെ ജാനകി അങ്ങ് ചമ്മലോടെ പറയുന്നുണ്ട്, മോൾ ഉറക്കമാണെന്ന്. പിന്നെ അമ്മ വന്ന് വിളിച്ചായിരുന്നു അവളോട് കണി കാണാൻ വരാൻ പറഞ്ഞ്. അന്നേരം അവൾ ഒന്നുകൂടെ ഉറങ്ങട്ടെന്ന് പറഞ്ഞ് മേലോട്ട് നോക്കിയിട്ട് കിടന്നുറങ്ങിയെന്ന് പറയും. അന്നേരം സാരമില്ല, അതൊന്നും ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഇച്ചിരി ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും അങ്ങനെ ഉറക്കം തെളിഞ്ഞ് മേലോട്ട് നോക്കാറുണ്ട്, പിന്നെ വീട്ടിലെ കണി ഒന്ന് കാണണമെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അതങ്ങ് ഒഴിവാക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആദർശനോട്, നയനമോള് വിളിച്ചായിരുന്നോ മോനെ എന്ന്. അവൾ വിളിച്ചായിരുന്നു, സംസാരിച്ചൊന്നുമില്ല, എന്നെ എഴുന്നേൽപ്പിക്കാനായിട്ട് വിളിച്ചതായിരുന്നു. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ എന്നെ വന്ന് കണി കാണിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോരുകയും ചെയ്തെന്ന് പറയും. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയെയും മരുമോളാണോ വിളിച്ച് ഉണർത്തിയെന്ന്. എന്തിനാ എന്നെ അവൾ വിളിച്ചുണർത്തുന്നത്, എനിക്കല്ലാതെ തന്നെ ഉണരാനൊക്കെ അറിയാമെന്ന് ദേവയാനി അങ്ങ് പറയും. ആ സമയത്ത് കണ്ണും പൊത്തി പിടിച്ചുകൊണ്ട് അനാമിക മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അമ്മ എന്നെ ഒന്ന് പിടിച്ച്, ആരെങ്കിലും ഒന്ന് പിടിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ, കണി കാണട്ടെ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ഇവരാരും അനങ്ങുന്നൊന്നുമില്ല, എല്ലാവരും നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അനാമിക അവസാനത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ട് താഴോട്ട് അടിച്ച് തല്ലി വീഴുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേന് ജാനകി ഓടിച്ചെന്ന് പൊക്കുകയൊക്കെ ചെയ്യും. മോളെ എന്തേലും പറ്റിയോ എന്നൊക്കെ ചോദിച്ച്. ഒന്നും പറ്റിയില്ലമ്മേ, എനിക്ക് കണി കാണണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുവന്ന് കണി കാണിപ്പിക്കുന്നുണ്ട് ജാനകി. കണി കാണാൻ വെച്ചിരിക്കുന്ന താലത്തിലിരിക്കുന്ന സ്വർണ്ണമാലയൊക്കെ കാണുമ്പോഴത്തേന് അനാമിക മനസ്സിലോർക്കുന്നുണ്ട്, ദൈവമേ ഇതെല്ലാം വിഷു കൈനീട്ടമായിട്ട് തരാൻ പറ്റണേ എന്നൊക്കെ. അന്നേരം മുത്തശ്ശൻ പറയും, ഇനി എല്ലാവർക്കും കൈനീട്ടം തരാമെന്ന് പറയും. അന്നേരം ആദ്യം കൊച്ചു മരുമോൾ വരാൻ പറയും. അപ്പോൾ അനാമിക വലിയ സന്തോഷത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോ നാണയമാണ് കൊടുക്കുന്നത്. അത് മേടിക്കാൻ ഉടനെ ദേവയാനി പറയും, മോളെ കാലെ തൊട്ടിട്ട് മേടിക്കാൻ പറയും. അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉടനെ അത് ഒക്കെ ചെയ്തിട്ട് മേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതൊരു വല്ലാത്ത പരിപാടിയായി പോയല്ലോ, വീട്ടിലായിരുന്നെ 12,000 രൂപയെങ്കിലും ഒത്തേനം, ഇതെന്നാ തരവ് തന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് വിഷമിച്ചാണ് നിൽക്കുന്നത് അനാമിക. ബാക്കി എല്ലാവർക്കും അന്നേരം മുത്തശ്ശി ഇങ്ങനെ കൈനീട്ടമൊക്കെ കൊടുക്കും. മുത്തശ്ശിക്ക് കൊടുക്കുന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, തനിക്ക് ഞാനിത് എത്രാമത്തെ കൈനീട്ട അവാർഡ് തരുന്നെന്ന്. അത് അരനൂറ്റാണ്ടായില്ലേ തരാൻ തുടങ്ങിയിട്ടെന്നൊക്കെ മുത്തശ്ശിയും പറയും. ഞാനിവളെ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്, അതിൽ പിന്നെ ഇത്ര വർഷമായി ഇവക്ക് ഞാൻ കൈനീട്ടം കൊടുക്കുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയും, എന്തായാലും ഇങ്ങനെ ഒരു വെള്ളി രൂപയാ കിട്ടുന്നെങ്കിൽ പോലും പിന്നീട് എൻ്റെ കയ്യിലേക്ക് ഇഷ്ടംപോലെ സ്വർണം ഒക്കെ വന്നു ചേരാറുണ്ടെന്ന് പറയും. അപ്പം ജയൻ പറയുന്നുണ്ട്, സ്വർണ്ണക്കട മുതലാളിയുടെ ഭാര്യയുടെ കയ്യിലോട്ട് പിന്നെ സ്വർണം വരുന്നതിൽ വലിയ ആശ്ചര്യമൊന്നും ഇല്ലല്ലോ അമ്മയെന്ന്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി അങ്ങ് ചിരിക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും കൂടെ കൂടി പൂത്തിരിയൊക്കെ കത്തിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര ആഘോഷമൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നയനയുടെ വീട്ടിലും എല്ലാവരും പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. നന്ദു ഇടയ്ക്കൊക്കെ പടക്കം പൊട്ടിക്കുമ്പം കനക എഴുന്നേറ്റ് ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പൂജാരി ചോദിക്കും, എന്താ ഇന്ന് ഒറ്റയ്ക്ക് വന്നത്, അച്ഛനും അമ്മയൊക്കെ വരത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പറയും, അവർ പുറകെ വരും എന്ന് പറയുന്നുണ്ട് ദേവയാനി. അല്ല, മൂർത്തി സാറിൻ്റെ പേരിൽ ചില പൂജകളൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചായിരുന്നു മാഡം, അപ്പോൾ അതനുസരിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാം വഴിപാടിൻ്റെയും ഇതൊക്കെ തന്നു വിടട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ദേവയാനി പറയും, അതൊക്കെ പുറകെ എല്ലാവരും വരുന്നുണ്ട്, അവരുടെ കൊടുത്താൽ മതി, എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട് തിരുമേനി എന്ന് പറയും. അന്നേരം അതേ സന്തോഷത്തോടു കൂടി തിരുമേനി അങ്ങ് അകത്തേക്ക് കയറിപ്പോകും. അപ്പം ദേവയാനി വീണ്ടും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ നയനമോക്കും അവൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ വരുത്തണേന്ന്. പോകാൻ നേരത്ത് ദേവയാനി വീണ്ടും പ്രാർത്ഥിക്കും, ഭഗവാനെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ മരുമോൾ ഇതുവരെ വിശേഷം അറിയിച്ചില്ല, അവളുടെ ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം, അനുഗ്രഹം കൊടുക്കണം ദൈവമേ എന്നൊക്കെ. മുത്തശ്ശൻ്റെ അടുത്തോട്ട് പരാതിയായിട്ട് വരുന്നുണ്ട് ജലജയും ജാനകിയും കൂടെ. അച്ഛനും അമ്മയും നോക്കിയായിരുന്നോ, ഏട്ടത്തി തന്നെയാണ് അമ്പലത്തിൽ പോയത്, ഇപ്പം ഞങ്ങളെ വിളിച്ചുകൊണ്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയും. അതിനെന്താ ദേവയാനി അമ്പലത്തിലല്ലേ പോയത്, നിങ്ങൾക്കും പോകാമല്ലോ എന്നൊക്കെ പറയും. അതല്ല, നേരത്തെ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, ഇപ്പം ഏട്ടത്തി തന്നെ എല്ലായിടത്തും പോകുന്നത്, ഇന്നലെ തന്നെയാണെങ്കിലും എന്തൊക്കെയോ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് തന്നെ അങ്ങ് പോയി, ആർക്കറിയാം ഇനിയിപ്പം മരുമോളുടെ വീട്ടിലോട്ടാണോ പോയെന്നൊക്കെ ജലജയം പറയുന്നുണ്ട്. അതിനെന്താ, മരുമോളുടെ അടുത്ത് പോയെന്ന് നല്ലതല്ലേ, മരുമോളെ അപ്പോൾ സ്നേഹിക്കുകയും ചെയ്യുമല്ലോ എന്നൊക്കെ പറയും മുത്തശ്ശി. അന്നേരം എന്നാലും ഇപ്പോൾ ഒരുപാട് അങ്ങ് സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെയാണ് ജാനകി പറയുന്നത്. അപ്പോഴത്തേന് മുത്തശ്ശി ചോദിക്കും,
നിനക്കെന്താ ഇപ്പം അടുക്കളയിലൊക്കെ ഫുൾ പണി ചെയ്യുന്നത് ഇപ്പം ദേവയാനിയല്ലേ? നീയാണ് നേരത്തെ വല്ല പണിയൊക്കെ ചെയ്ത് സഹായിച്ചിരുന്നതല്ലേ? ജലജയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാറില്ല. എന്നാലും നീ എന്താ ഇങ്ങനെ മാറിപ്പോയത്? ഇപ്പോൾ ഏട്ടത്തിയോടുള്ള ബഹുമാനമൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കും. അതെ, ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അനിമോനും അനാമിക മോളുമായിട്ടുള്ള ബന്ധം ഒരുപാട് ആടിയല്ലേ ഞാൻ നിൽക്കുന്നത്. അതങ്ങനെ നേരെ ചൊവ്വേ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താമസിയാതെ തന്നെ അനാമിക മോള് അനിയെ വിട്ടിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആരും അതിലൊന്നും ശ്രദ്ധയൊന്നും വരുത്തുന്നില്ല. അത് എനിക്കതിൽ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനോട് ജാനകി. അന്നേരം മുത്തശ്ശൻ പറയും, അതിനെന്താ, നിൻ്റെ മക്കളല്ലേ, അപ്പം നിനക്ക് പറഞ്ഞു തിരുത്തിക്കൂടി, അതിന് ബാക്കി എല്ലാവരും പറയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. എന്നാലും ഏട്ടത്തി ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട, ദേവയാനി എന്തായാലും അമ്പലത്തിൽ പോയതല്ലേ, അതിലിത്ര കുറ്റവും കുറവൊന്നും കാണാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് പറയുമ്പോഴത്തേന് ജലജ പറയും, വാ ജാനകി നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞ് ഇവർ അങ്ങ് ദേഷ്യപ്പെട്ട് തന്നെ ഇവരും അങ്ങ് ഇറങ്ങി അമ്പലത്തിലങ്ങ് പോകും. ദേവയാനി അമ്പലത്തിൽ പോയ പുറകെ ആദർശം വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ദേവയാനി അമ്പലത്തിൽ തന്നെയാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആ ദേവയാനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആദർശ് കാണുന്നുണ്ട്. അന്നേരം ആദർശ് ഇന്ന് വണ്ടിയിലിരിക്കും. അന്നേരം മനസ്സിലോർക്കുന്നുണ്ട്, അമ്മ എന്തായാലും പറഞ്ഞിട്ട് പോയത് ശരിയാണ്, അമ്പലത്തിൽ ആയിരുന്നു എന്ന്. പിന്നെ ഇനി അമ്മ എവിടെയാണ് പോകുന്നതെന്ന് തിരക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് ആദർശ് ദേവയാനി പോകുന്ന വണ്ടിയുടെ പുറകെ തന്നെ വണ്ടി വിടുവാണ്. അപ്പോൾ ദേവയാനി നേരെ ചെന്ന് നയനയുടെ വീടിന് മുമ്പിലേക്ക് വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. അപ്പോൾ ആദർശ് പുറത്തിറങ്ങി നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ, ഇതെനിക്കങ്ങനെ താങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഉടനെ ആദർശങ്ങ് വണ്ടിയെ കയറി അങ്ങ് പോകും. ദേവയാനി വരുമ്പോഴത്തേന് ഓടി ചെന്ന് കഥയൊക്കെ തുറക്കുന്നുണ്ട് നയന. അമ്മയെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. അന്നേരത്തേന് നവിയും നന്ദുവും കനകയൊക്കെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. രാവിലെ വരുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നൊക്കെ കനക പറയുന്നുണ്ട്. അത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമായിരുന്നു, ഇനി ആദർശിനെങ്ങാനും സംശയമുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവന് സംശയമുണ്ടോയെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എന്തായാലും ഞാൻ അമ്പലത്തിൽ പൂജിപ്പിച്ച് മേടിച്ച നാണയങ്ങളായെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം നന്ദു മാത്രം ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേന് ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നൊക്കെ ചോദിക്കും. അനി വിളിച്ചായിരുന്നോ മോളെ, ഹാപ്പി വിഷു പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, വിളിച്ചില്ല എന്ന് പറയും. എന്തായാലും വിളിക്കുമ്പോൾ ചോദിക്കണം, അവൻ്റെ കവിളിൽ ഒരു പാടുണ്ടോ എന്ന് ചോദിക്കണം, തല്ല് കിട്ടിയതിൻ്റെ എന്ന് പറയും. അതെന്താ അമ്മയെന്ന് ഉടനെ നയന ചോദിക്കുന്നുണ്ട്. ഇന്നലെ നന്ദുവിനെ കണ്ടിട്ടല്ലേ അവൻ അങ്ങോട്ട് വന്നത്, അപ്പം ഞാൻ അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവൻ കള്ളൻ പറഞ്ഞതിന് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു പറയും. ആഹാ, അപ്പം നീ അതിനു വേണ്ടി പോയതായിരുന്നോ ഇന്നലെ എന്ന് ചോദിച്ച് കനക ഉടനെ നന്ദുവിൻ്റെ നേരെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ അനിയെ പിടിച്ചൊന്ന് കുടഞ്ഞപ്പോഴത്തേന് അനി സത്യം പറഞ്ഞെന്ന് ഉടനെ ദേവയാനി പറയും, ഞാനും ഇവിടെ ഇവളെ പിടിച്ച് കുടഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇവൾ SI ആകാൻ പോകാമെന്നൊന്നും ഞാൻ ഓർത്തില്ല. ഞാൻ നല്ല വഴക്ക് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ ഉള്ള സത്യമൊക്കെ ഇവളങ്ങ് പറഞ്ഞ് അങ്ങനെ ഞാൻ അറിഞ്ഞെന്ന് പറയും. അപ്പം അനിയെ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അത് അമ്മ എങ്ങനെ അറിഞ്ഞു എന്നൊന്നും ചോദിച്ചില്ലേ അവനെന്ന് ദേവയാനിയോട് നയനെ ചോദിക്കുന്നുണ്ട്. അവനതൊന്നും തിരക്കിയില്ല, സംശയമുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കത് കേട്ടപ്പത്തിനുള്ള ദേഷ്യത്തിന് ഞാൻ അവനെ ഒന്ന് തല്ലിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. മോൾ എന്തായാലും ഇനി അനി എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും അനിയുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കരുത്. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ കൂടി അത് വേണ്ടെന്ന് വെച്ചു, നയനയും അമ്മയും ചേച്ചിയും എല്ലാം കൂടെ കൂടിയല്ലേ അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചത്. അന്നത്തെ സാഹചര്യത്തിൽ ഞാനാണേലും അതൊന്നും സമ്മതിച്ച് തരത്തില്ലായിരുന്നു. പക്ഷേ ഇന്നിനിയിപ്പം നടക്കേണ്ടതെല്ലാം നടന്നുപോയി. അനാമിക മോള് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവനൊരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം മോൾ ഓർക്കണം. അതുകൊണ്ട് ഇടയ്ക്ക് കയറരുത്. നാളെ അങ്ങ് ട്രെയിനിങ്ങിന് പോവല്ലേ മോള്, അത് കാരണം ഇനി ജീവിതത്തിലേക്കൊക്കെ അങ്ങ് പൊക്കോണം, ഇനി അനിയുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കരുതെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ശരിക്കും സങ്കടം വരുന്നുണ്ട് നന്ദുവിന്. അപ്പം നയന പറയുന്നുണ്ട്, ഇവള് പറഞ്ഞത് അനിയെ അങ്ങനൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്, അവൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയും. എന്തൊക്കെ ആയാലും മോൾ ഇനി ശ്രദ്ധിക്കണം, അവനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവയാനി. പിന്നീട് കാണിക്കുന്നത് അജയനും ജയനോട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദർശിന് ഈയിടെയായിട്ട് ഭയങ്കര മൂഡ് ഓഫാണ്, എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അവൻ ഈയിടെയായിട്ട് കണക്കിലൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ്, എന്നെ വിളിച്ച് പറയുമ്പോഴൊക്കെ തെറ്റ് പറയുന്നു. ഞാനപ്പോൾ എന്താണ് കാര്യം തിരക്കിയപ്പോൾ അവനൊന്നും പറയുന്നില്ല. പിന്നെ റെക്കോർഡ് സെയിലല്ലേ ഇപ്പം നമ്മുടെ ജുവലറി നടക്കുന്നത്, എന്നിട്ടും അവൻ അതിൻ്റേതായ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല, എന്തൊക്കെയോ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. അവനെന്താ അങ്ങനെയെന്നൊക്കെ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വരും.
വരും. അപ്പോൾ മുത്തശ്ശനോട് ഇവർ പറയുന്നുണ്ട് ആദർശിന് എന്തോ സങ്കടമുള്ള പോലെ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ലെന്നൊക്കെ. നിനക്ക് നിൻ്റെ മകനോട് ചോദിച്ചുകൂടെ, ഒന്ന് ഉപദേശിച്ചുകൂടെ എന്നൊക്കെ മുത്തശ്ശൻ പറയും. അതങ്ങനെയാണ്, ഇപ്പം എടുത്ത പിള്ളേർക്കൊന്നും അതൊന്നും ഇഷ്ടമല്ലല്ലോ, അച്ഛന്മാരെ മക്കളാണിപ്പോൾ ഉപദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് അങ്ങോട്ട് കയറി വരും. എന്താ മോനെ നീ എവിടെ പോയായിരുന്നൊക്കെ ചോദിക്കും. ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു പറയും. അതെന്താ നീ ഇപ്പം തന്നെ പോയത്, ഞങ്ങളെയും കൊണ്ടല്ലേ സാധാരണ പോകുന്നതെന്ന് അജയൻ ചോദിക്കും. നിങ്ങളെല്ലാവരും പൂജാമുറി കയറി പ്രാർത്ഥിച്ചായിരുന്നല്ലോ, അപ്പോൾ അത് കാരണമാ വിളിക്കാഞ്ഞെന്ന് പറയും. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയല്ലേ, അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നല്ലോ എന്നൊക്കെ അജയൻ പറയും. പിന്നെ നിനക്ക് എന്താ മോനെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നി എന്നൊക്കെ പറയും. ദേവയാനിയെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും കണ്ടില്ലായിരുന്നെന്ന് പറയും. എന്തായാലും എന്തോ നിൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്, കാര്യം എന്താണെന്ന് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. അന്നേരം ആരോടെങ്കിലും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നയനമോളോട് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. നയനോട് മാത്രമല്ല, ഈ വീട്ടിൽ വേറൊരാളോടും എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം എന്ന് ആദർശ് പറയുന്നത് കേൾക്കുമ്പോഴത്തേന് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.